ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ബ്രൂത്ത കാർ ടെക് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയുടെ അകത്ത് ആൻഡ്രോയിഡ് സെറ്റ്, അതുപോലെ തന്നെ ക്യാമറ, റിവേഴ്സ് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിലേക്കുള്ള സബ് വൂഫർ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കുള്ള എല്ലാ വയറിങ്ങുകളും നമ്മളിപ്പോൾ ചെയ്തു വയ്ക്കുകയാണ്. വയറിങ് ചെയ്തിട്ട് അടുത്തടുത്ത് ഓരോന്നും ചെയ്യാറ്. വയറിങ് ഫുള്ള് ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ക്യാമറയുടെ വയറും സബ് വൂഫറിൻ്റെ വയർ, അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ ലൈനുകൾ വരണം. പിന്നെ വരണത് റിവേഴ്സ് പറഞ്ഞല്ലോ, അത്രയും വയറുകൾ വരണം. അപ്പോൾ ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ചെയ്യണം. ഇതൊക്കെ ക്യാമറയുടെ വയറൊക്കെ ഒരുമിച്ച് തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം. ഇത് ചെയ്തിട്ട് ഇനി അടുത്ത വീഡിയോയിൽ ക്യാമറ അങ്ങനെ ഓരോന്നായിട്ട് പോവാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഈ സബ് വൂഫറിൻ്റെ വയർ അറിയാമല്ലോ, നമ്മൾ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഇത് അന്ന് കാണിച്ച പോലെ തന്നെ ഒരു സെറ്റിൽ വരുന്ന വയറുകളാണ്. ഒരു 650, 700 ആ റേഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 800, 900, 1200 വരെ ഉണ്ട്. ഇതൊരു 850 രൂപയുടെ വയറാണ്. ഈ കൂട്ടത്തിൽ സബ് വൂഫറിൻ്റെ ഒരു മെയിൻ ലീഡ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ സ്പീക്കറിന് ഇടാനായിട്ട് ഒരു 10 മീറ്ററോളം വയർ വരും. പിന്നെ ഇതിൻ്റെ RC ഇത് നമ്മുടെ ഓഡിയോ കേബിൾ വരുന്നുണ്ട് സബ് വൂഫറിലേക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ സബ് വൂഫറിൻ്റെ റിമോട്ട് ലൈൻ, ഇത് സബ് വൂഫർ ഓൺ ആവണമെങ്കിൽ സെറ്റ് ഓൺ ചെയ്യുമ്പോൾ മാത്രം ആവാനായിട്ട് റിമോട്ട് ലൈൻ വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ക്യാമറയുടെ ലൈൻ വരുന്നുണ്ട്. അതായത് ക്യാമറയിൽ നിന്നുള്ള AV ഔട്ട് സെറ്റിലേക്ക് പോകുന്ന ലൈൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ വരുന്നത് പിന്നെ ക്യാമറയുടെ പവർ സപ്ലൈ. ഇതിപ്പോൾ എങ്ങനെയാണ് കൊടുക്കണമെന്ന് കാണിച്ചു തരാം. ക്യാമറയുടെ പവർ സപ്ലൈ ലൈൻ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പിന്നെ നെഗറ്റീവ് ഗ്രൗണ്ട് ലൈൻ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ആൾറെഡി ഇന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അടുത്തടുത്ത ഓരോ വീഡിയോസിൽ നമുക്ക് സെറ്റ് ക്യാമറ അങ്ങനെ പോവാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് മെയിൻ കേബിൾ വരുന്നത് കേട്ടോ. ഇതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ കേബിൾ വരുന്നത് നമ്മുടെ ബാറ്ററിയിലേക്കാണ് വരുന്നത്. ബാറ്ററിയിലേക്ക് ഡയറക്റ്റ് പോകേണ്ട ലൈനാണിത്. അപ്പോൾ അതിന് ഇവിടെ ഒരു ഫ്യൂസ് ഉണ്ട്, അത് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ഫ്യൂസ് ഇതിൻ്റെ ഒപ്പം കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വെറുതെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫ്യൂസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫ്യൂസിലേക്ക് നമ്മൾ വരുന്ന ലൈൻ കൊടുക്കണം. ഇതിൽ നിന്ന് വേണം ബാറ്ററിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇത് വെറുതെ ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കാണ് നമുക്ക് അളവ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഇതിൻ്റെ ഇടയിൽ കൂടി, അതായത് കാണാം, ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു ഇതുണ്ട് വയർ വന്നിരിക്കുന്നത്. ആ ഭാഗത്തുകൂടി തന്നെ എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിലേക്ക് ഇതുണ്ട്, ഈ ഹോളിൽ കൂടി അങ്ങോട്ട് ഇടാം നമുക്ക്. ഇതിൽ കൂടിയാണ് പോകുന്നുണ്ട്. നമ്മൾ ആ സെൻട്രൽ ലോക്കിൻ്റെ ലൈനൊക്കെ ഇട്ടാൽ അതേ പോയിന്റിലേക്ക് തന്നെയാണ് അത് പോകുന്നത്. കേബിളേ മെയിൻ കേബിൾ നമുക്ക് ഇതിൽ അങ്ങോട്ട് കയറ്റാട്ടോ. ഇവിടെ ആൾറെഡി ഹോളൊക്കെ ഉണ്ട് ആൾറെഡി. ഇതിനകത്ത് കൂടി കയറ്റി വിട്ടാൽ മതി. ഇതിലേക്ക് കയറ്റി വിടാം. എന്നിട്ട് നേരെ അടിയിലേക്ക് കൂടി എടുത്താൽ മതി. അപ്പുറത്ത് കൂടി എടുത്തിട്ട് ആവശ്യത്തിന് എടുക്കാം. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഇതൊക്കെ ഊരാം. അതായത് വെറുതെ വലിച്ചൂരി എടുക്കാം. അപ്പം അതിൽ കൂടി തന്നെ ഇടാം കേട്ടോ. പ്രോപ്പറായിട്ട് ഇട്ട് അതിൽ കൂടി തന്നെ ഇട്ട് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ആ വയറിങ്ങിൻ്റെ ഒപ്പം തന്നെ കിടന്നു കേട്ടോ. അത് വലിക്കാം, അത് വലിക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി കിടക്കണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ വയറുകളൊക്കെ ഇതിൽ കൂടി ഇങ്ങനെ വലിച്ചെടുക്കാം. കറക്റ്റ് ആ ഹോളിൽ കൂടി തന്നെ വലിച്ചെടുത്തിട്ടേ ഇത് ഇവിടെ ഉണ്ടോ നമുക്ക് ഇതിൻ്റെ ഫ്യൂസ് വരണം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്യൂസിൻ്റെ അവിടെ നിന്ന് ഇത്രയും വയറിൻ്റെ ആവശ്യമുള്ളൂ. ഇത് ശരിക്കും കറക്റ്റ് ലെങ്ത് ആയിരിക്കും. അതുകൊണ്ട് ഒട്ടും കൂടുതലും മുറിക്കണ്ട. നമുക്ക് ശരിക്കും ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു നീളം മാത്രം മതി. അവർ ഇത്രയൊക്കെ ആയിട്ട് മുറിക്കാം. മുറിച്ചിട്ട് രണ്ടറ്റം കൊടുത്താൽ മതി. മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ പിന്നുകളൊക്കെ ഉണ്ട്. രണ്ട് പിന്നുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊരു ഇവിടെയും വരുന്നുണ്ട് പിന്ന്. ഇത് പിന്ന് കണക്ട് ചെയ്തിട്ട് വേണം ഇതിനകത്തേക്ക് കുത്താനായിട്ട്. അപ്പോൾ ഈ രണ്ട് തലയിൽ വേറെ ഒന്നുമില്ല. വെറുതെ ഇതിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് മുറിക്കാൻ മതി. ഇവിടെ ഒരു പിന്ന് വേണം ബാറ്ററിയിലേക്ക് കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിയാക്കണ ഇതാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഉള്ളിൽ കൂടി ഊരിയാക്കണ സാധനങ്ങൾ. ഇതേ ഇങ്ങനെ ഒരു കവറും ഇതും. അപ്പോൾ ഇതിവിടെ വെറുതെ മുറുക്കി വെച്ചാൽ നിങ്ങൾ ഇവിടെ മുറുക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ എവിടെയും കെട്ടി ടാഗ് ചെയ്ത് വെച്ചാലും മതി. ഇവിടെ ഹോൾ കറക്റ്റായിട്ട് കിട്ടി. കാരണം ഈ ജാറിൻ്റെ ഇത് ആവശ്യമില്ല, എടുത്ത് കളഞ്ഞപ്പോൾ വെച്ചതാണ്. നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കാൻ വേറെ ഒന്നുമില്ല. ഇതിനകത്തേക്ക് ഇതേ ഉണ്ടോ, ഇവിടെ ഇതങ്ങോട്ട് കറക്റ്റ് ചെയ്താൽ മതി. ഇതിനകത്തേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് മുറിക്കാൻ മതി. കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഉണ്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് അൺസ്ലീവ് ചെയ്ത് കളയാം. ഈ വയർ ഇതുപോലെ ഇങ്ങനെ ഒരു പകുതി മുറിച്ചിട്ട് കയറണാണ്ട് ഏറ്റവും നല്ലത്. ഉണ്ടോ, അല്ലെങ്കിൽ കയറില്ല. അങ്ങനെ പകുതി ഇങ്ങനെ ആക്കിയിട്ട് മടക്കി വയ്ക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് കയറ്റി മുറിക്കാൻ മതി. ഒന്ന് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സൈഡ് മുറുക്കാം. അത് മുറുക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇതിലൊരു ഇത് വരുന്നുണ്ട് കേട്ടോ. ഇതും ഇട്ടേക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇത് കയറ്റണം കേട്ടോ ഇതിൻ്റെ അകത്തേക്ക്.
അതായത് കവറും കയറ്റണം. അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഈ ചുമന്ന ഒരു വെള്ളം കയറാണ്ടിരിക്കാനുള്ള റിങ് ഉണ്ട്, അതിങ്ങോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ ഇട്ടേക്കണം. ഇനി നമുക്കിത് ഇതിൻ്റെ അകത്ത് കയറ്റണം. അപ്പോൾ നമ്മളിപ്പോൾ വേറെ പഞ്ചിങ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ. മറ്റേ പഞ്ചിങ് മെഷീൻ അല്ല, ക്രിമ്പിങ് മെഷീൻ ഇല്ല. ക്രിമ്പിങ് ടൂള് നോക്കിയിട്ട് അത് ഇവിടെ കിട്ടാനില്ല ഇപ്പോൾ. അപ്പോൾ അതായത് നമ്മളിപ്പോൾ തൽക്കാലം പ്ലെയറിന് തിരിച്ചു വെച്ചാലും മതി. അപ്പോൾ ഇതിൻ്റെ തുമ്പൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് കയറ്റുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇരുന്നോളൂ, നേരത്തെ കയറ്റു പോലെ തന്നെ. നമ്മൾ ഈ വയർ ഇതിൻ്റെ ഉള്ളിൽ എടുക്കണം കേട്ടോ, അതാണ് നല്ലത്. കാരണം ഇത് ഒരുമിച്ച് കിടന്നോളൂ, അടച്ചു വയ്ക്കാമല്ലോ അത് ക്യാപ്പ്. എന്നിട്ട് ഇവിടെ ഇട്ട് ഒന്ന് പഞ്ച് ചെയ്ത് കളഞ്ഞാൽ മതി. പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിമ്പിങ് ടൂൾ ഇപ്പോൾ കിട്ടാത്ത കാരണം നമ്മളിങ്ങനെ ചെയ്ത് അത് മതി, നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. ഈ ഹോളിലിട്ടങ്ങോട്ട് ചെയ്താൽ മതി, അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു ഹോളിലാകുമ്പോൾ കറക്റ്റ് ഒട്ടും കൂടുതൽ പ്രസാവിയില്ല, ഒന്നുമില്ല, ചെയ്തോളും. അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വശം വെച്ചിട്ടൊന്ന് ക്രിമ്പ് ചെയ്ത് കൊടുത്താൽ കേട്ടോ. നമ്മളിത് ഇതിനകത്തേക്ക് കൊടുത്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ കറക്റ്റ് ലെങ്ത്തൊക്കെ നമുക്ക് കിട്ടും, കൊടുത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇങ്ങനെ കൊടുത്ത് വെച്ചിരുന്നാൽ മതി. പിന്നെ നമുക്ക് മുറുക്കുമ്പോൾ റെഡിയാക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ചിരുന്നാൽ മതി കേട്ടോ. കാരണം ഇത് ബാറ്ററി പൂരിയിട്ടേക്കണോണ്ട് കുഴപ്പമില്ല. നിങ്ങൾ കൊടുക്കുമ്പോൾ ഇപ്പോൾ എന്തായാലും ഫീസ് ഊരിയിട്ടേക്കണം. കാരണം നമ്മൾ വയർ വലിക്കുമ്പോൾ ഇതിൽ സപ്ലൈ വരാൻ പാടില്ല. അപ്പോൾ ഇതിങ്ങനെ ഇട്ടിരുന്നാൽ മതി. എന്നിട്ട് അവസാനം നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ബാറ്ററി ഇല്ലാത്തതുകൊണ്ടോ വെച്ചാൽ അല്ലെങ്കിൽ അവസാനം കൊണ്ട് കൊടുത്താൽ മതി കണക്ഷൻ. ഇനി നമുക്ക് ബാക്കിയുള്ള കണക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ബാറ്ററിയെ കൊണ്ടുവന്ന് വയ്ക്കാം. അതുപോലെ ഈ സൈഡും ഇതുപോലെ ഊരിയെടുക്കാം. ഈ സൈഡ് ഊരി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഈ സൈഡ് ചെയ്ത പോലെ തന്നെ ഇതിനകത്തേക്ക് കയറ്റി ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇടുമ്പോൾ ആദ്യമേ നമ്മൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തിട്ടേക്കണം. ക്യാപ്പ് ഇടുക, അതിൻ്റെ പിന്നെ ആ വാട്ടർ സൈഡ് ഇടുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ കൊടുത്തതിന് ശേഷം നമുക്കിത് ഇവിടെ കണക്ട് ചെയ്തിട്ട് പോയി ഉള്ളിലെ കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഈ സൈഡ് ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് ഇതിവിടെ മുറുക്കി വെച്ചേക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യം, നമ്മൾ ആൾറെഡി മുറുക്കിയിട്ടേക്കാം. ഇവിടെ കൂടിയ പോലെ തന്നെ അത് കയറ്റിയാൽ മതി. ഇട്ടിട്ട് നമുക്കിതിവിടെ മുറുക്കാം. ഓക്കെ, ഇനി ഇത് ഇങ്ങോട്ട് വലിച്ചിട്ട് മാക്സിമം, കാരണം ഉള്ളിലേക്ക് നീളം കറക്റ്റാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടുത്തെ കാര്യം കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ളത് വെച്ചിട്ട് ബാക്കി ഉള്ളിലേക്ക് തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഇത് കണക്ഷൻ പിന്നെ കൊടുത്താൽ മതി. ഇതിൻ്റെ ഫ്യൂസൊക്കെ ഇതിനകത്ത് കയറ്റി വെച്ചേക്കാം. ഇനി തട്ടിപ്പോൾ തട്ടിപ്പൊട്ടി പോകും. നമുക്കിപ്പോൾ വേറെ ഒന്നും നോക്കാനില്ല, കാരണം ബാറ്ററി ഇല്ലല്ലോ. അപ്പോൾ ബാറ്ററി കണക്ട് ചെയ്തിട്ട് ഇത് വയ്ക്കരുത്, കാരണം നമ്മൾ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇത് അവിടെ ഇവിടെയൊക്കെ തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് കയറ്റി വെച്ചേക്കാം. ഇപ്പോൾ തൽക്കാലം ഇത് ഇവിടെ ഇരുന്നോട്ടെ, കാരണം നമ്മുടെ ബാറ്ററി ആൾറെഡി ഇല്ലാത്തതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. ഇത് നമ്മൾ പ്രോപ്പറാക്കി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇപ്പോൾ മുഴുവൻ അകത്തെ പരിപാടികളാണ്. അപ്പോൾ അകത്ത് കൂടിയാണ് ഇനി ബാക്കി ലൈനുകൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇത് കറക്റ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഈ ലെങ്ത്തൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചേക്കാം. മാക്സിമം അകത്തേക്ക് ഇട്ടേക്കാം, കാരണം നമുക്ക് അവിടെ ഒരു ഷോർട്ടേജ് പറയരുത് ഒരിക്കലും. അവസാനം ഇനി നമുക്ക് ടാഗ് ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ. കാരണം ഇത് ബാറ്ററി കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ ഇവിടെ ഒരു ടാഗൊക്കെ ഇട്ട് ടാഗ് ചെയ്താൽ മതി. ഇതിൻ്റെ വയറുകൾ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം, ഇനി നമുക്ക് ബാക്കി അകത്തെ പരിപാടികൾ നോക്കാം. അപ്പോൾ നമുക്ക് ഇത് നേരെ ബാക്കിൽ വരെ പോകേണ്ടതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം പോകേണ്ട കേബിളുകൾ പറഞ്ഞുതരാം. ഇത് നമ്മുടെ സ്പീക്കർ ലൈൻ, സ്പീക്കറിന് ലെഫ്റ്റും റൈറ്റിലേക്കും വേണ്ടിയിട്ട് ഒരു ലൈൻ കയറണം. പിന്നെ സബ് വൂഫറിന് ഓണാക്കാനും ഓഫ് ചെയ്യാനായിട്ടുള്ള മെമ്മറി ലൈൻ, അതായത് റിമോട്ട് ലൈനാണ്. അപ്പോൾ ഈ റിമോട്ട് ലൈനിൽ 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് കൂടി വെച്ച് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സബ് ഓഫ് ആയില്ലെങ്കിൽ സബ് സെപ്പറേറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്വിച്ച് വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ ഇല്ലെങ്കിൽ ഡയറക്റ്റ് അങ്ങോട്ട് പോകും. സെറ്റിൽ സബ് ഓഫർ ഓഫ് ചെയ്യാനുള്ള ഫംഗ്ഷനും സെറ്റിൻ്റെ അകത്തുണ്ടാവും. പക്ഷേ അല്ലെങ്കിൽ നമ്മൾ സെറ്റിൽ പോയി ഓഫ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ സ്വിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്വിച്ച് വെച്ച് കൊടുക്കാം. അതങ്ങനെയാണെങ്കിൽ ഈ ലൈൻ്റെ ഒരിക്കൽ നിങ്ങളുടെ ഇഷ്ടമുണ്ടോ. സബ് ഓഫർ നമുക്ക് സെറ്റിൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ സബ് ഓഫറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം അത് ഓഫ് എന്ന് കാണിക്കുമ്പോൾ ഇതിനകത്ത് ലൈൻ കട്ടാവും. അപ്പോൾ എന്തായാലും അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാതിരിക്കുക, എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ പിന്നെ ഈ 2 ലൈൻ വരും. പിന്നെ നമ്മുടെ സബ് ഓഫറിലേക്ക് നമ്മൾ സെറ്റിൻ്റെ ഔട്ട് കൊടുക്കണം 2 അപ്പോൾ ചിലതിൽ ഒരു സബ് ഓഫറാണെങ്കിൽ ഒരെണ്ണം ഉണ്ടാവുള്ളൂ, ഡബിളുകളാണെങ്കിൽ ഡബിൾ തന്നെ ഉണ്ടാവും. അപ്പോൾ ഡബിൾ ആംപ്ലിഫയർ ആണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഒപ്പം കയറേണ്ടതാണ്. പിന്നെ അതുപോലെ ഇനി നമുക്കുള്ളത് നമ്മുടെ റിവേഴ്സ് ക്യാമറയുടെ കൂടി ഉണ്ട്. അപ്പോൾ റിവേഴ്സ് ക്യാമറയുടെ ലൈനും ഇതിൻ്റെ ഒപ്പം വരണം. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ടാഗ് ചെയ്ത് ഇട്ട് പോകണമെന്ന് നല്ലത്. പിന്നെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള നടക്കില്ല.
അപ്പോൾ നമ്മൾ ഇതും ഇതുപോലെ തന്നെ ഈ വയറും ഇതിൻ്റെ ഒപ്പം പോകേണ്ടതാണ്. അപ്പോൾ ഇത്രയും വയർ നേരെ നമ്മൾ ബാക്കിലെത്തിക്കണം. ഇത്രയും ഇതിൻ്റെ കൂടെ ബാക്കിലെത്താനുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇടാം. ഇതിപ്പോൾ ഓരോന്ന് ഇടുന്നത് കാണിക്കേണ്ട, ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവസാനം കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് പോയേക്കണ ലൈന് പോയേക്കണ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വയറിങ് കഴിഞ്ഞിട്ടുണ്ട്, കാണിച്ചു തരാം. അതെ ഇതിൽ കൂടെ എടുത്തിരിക്കണം കംപ്ലീറ്റ് ഉണ്ടോ, ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടി അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി നമുക്കത് ഓരോന്ന് സെറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇതിലെടുത്തിട്ടത് ഈ പൊസിഷനിൽ കൂടി ഇങ്ങനെ വന്നിട്ടുണ്ട് ഉണ്ടോ, ഇതിലേ ഇങ്ങനെ പോയിരിക്കുകയാണ്. ഓക്കെ, ഇനി ബാക്കിൽ കാണിച്ചു തരാം. അപ്പോൾ ആ വയർ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കൂടുതലുണ്ടാവും നീളമൊക്കെ, അതൊക്കെ നമുക്ക് ഇവിടെ ചുരുട്ടി വെക്കണം. ഇതുണ്ട, ഇതിനകത്ത് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. സബ് വൂഫറിലേക്ക് വന്നേക്കുന്ന ലൈൻ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. അതായത് ഉണ്ട് ഇതുപോലെ, ഇത് നെഗറ്റീവ് ഗ്രൗണ്ടാണ്. അത് നമ്മൾ ഇവിടെ എവിടെയും കൊടുത്താൽ മതി. കറക്റ്റ് പോയിൻ്റ് ഇവിടെ എവിടെയും കൊടുക്കാം. നെഗറ്റീവ് ഗ്രൗണ്ട് ആ പുള്ളി ഒറ്റ അടിക്ക് പോകുന്നോളും. പിന്നെ സ്പീക്കർ ലൈൻ നമ്മളിവിടെ കൊണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് ഏതൊക്കെ വശത്തേക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ നമ്മളിത് ക്യാമറയുടെ ലൈൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ക്യാമറയുടെ ലൈൻ ഇങ്ങനെയാണ് പോകേണ്ടത്. കാരണം ക്യാമറ വയ്ക്കുന്നത് നമ്മൾ ഇവിടെയാണല്ലോ, ഇവിടെ ഇട്ട് തുളച്ചിട്ടാണ് വയ്ക്കണത്. അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയിൽ കൂടി ഇറക്കിയിട്ട് പോവും, ഇതിൻ്റെ സപ്ലൈ ലൈനും പോവും. അങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് എന്നിട്ട് ബാക്കി നമുക്ക് ചുരുട്ടി അകത്തേക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ വയറുകൾ ചെയ്യേണ്ടത് കേട്ടോ. ഇത് അപ്പോൾ ഇനി ഓരോന്നോരോന്ന് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ വയറിങ് ഉൾപ്പെടെ ചെയ്യൽ നടക്കില്ല. അതുകൊണ്ടാണ് വയറിങ് ആദ്യം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇത് ചെയ്യാം, ഓരോന്നോരോന്നായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് സബ് വൂഫർ ഫിറ്റ് ചെയ്യണതിൻ്റെ വയറിങ്ങും പിന്നെ അതുപോലെ സെറ്റിൻ്റെ വയറിങ്ങും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെറ്റിൻ്റെ വയർ കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വയറിങ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും കൊടുക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.